ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്നൊരു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐഡിയ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ നീളവും 13 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പേപ്പർ നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത പേപ്പറിനെ ഈ കാണുന്ന രീതിക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. മടക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പേപ്പറിൻ്റെ രണ്ടറ്റത്ത് നിന്നും 4 സെൻറ്റിമീറ്റർ വിട്ടിട്ട് 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് വരയ്ക്കട്ടെ. നമുക്ക് ഈ കാണിക്കുന്ന പോലെ സൈഡിലേക്ക് ഒരു 4 സെൻറ്റിമീറ്റർ കുറച്ച് വൈഡായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനിത് എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ. അതിനുശേഷം ഈ പേപ്പർ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പീസാണ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് രണ്ട് സൈഡിലോട്ടും ഇതുപോലെ മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ പുറകിലോട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. എന്നിട്ട് അത് നേരെ ഉള്ളിലേക്ക് നമുക്ക് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ട് അതന്നെ ചിത്രം വരച്ചു കൊടുക്കുക. എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം. ഞാനിവിടെ ഐ ലവ് യു ദിസ് മച്ച് എന്നാണ് എഴുതി കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു കണ്ടന്റ് വേണം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ ഫോർ ദിസ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറാണ് കേട്ടോ. കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ ഇപ്പോൾ ആ സൈസിനുള്ള പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പേപ്പറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കൊരു ലോച്ചിനും ചെറിയൊരു ലോച്ചിനും കട്ട് ചെയ്തെടുക്കാം. ലോച്ചിനും കട്ട് ചെയ്യാൻ ഞാൻ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അറിയാലോ. അപ്പോൾ അതുമാതിരി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കളർ ചെയ്താലും മതി. അതൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് പോകും. ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഓപ്പൺ മാത്രമേ എഴുതി കൊടുക്കണുള്ളൂ. ഇനിയിപ്പോൾ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എടുക്കുക ഒട്ടിക്കുക തന്നെ. അതിൻ്റെ ഉള്ളിലെ പേപ്പർ ഒട്ടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൂട്ടുകാർക്ക് കൊടുത്ത് നോക്കി, അവർക്കുണ്ടാകുന്ന സന്തോഷം നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കി നോക്കാം എങ്ങനെയുണ്ട്, സംഭവം സെറ്റല്ലേ. വെറുതെ ഇരിക്കല്ലേ, ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ.